തൃപ്തിയായല്ലോ അല്ലേ? എന്നെ തൃപ്തിപ്പെടുത്താൻ നീ വല്ലതും ചെയ്തോ? നിങ്ങളല്ലേ ഗോവിന്ദൻകുട്ടി ഇളക്കി വിട്ടത്, എന്നെ തല്ലിച്ചത്? അതാണോ? എന്നെ കൊണ്ട് അത്രയൊക്കെ പറ്റൂ. ഗോവിന്ദൻകുട്ടി മകളെ സ്വപ്നം കണ്ടിട്ട് ഓടി വന്നതൊന്നും അല്ലല്ലോ, ആണോ? അമ്മയല്ലേ കള്ളോ ഏഷണിയൊക്കെ പറഞ്ഞു കൊടുത്തത്? ഞാനാണെടി, സമ്മതിച്ചല്ലോ. അവന്റെ കുഞ്ഞിന് 17 വർഷക്കാലം തീറ്റി കൊടുത്ത് വളർത്തിയതിന്റെ നന്ദിയല്ലേ അവൻ കാണിച്ചത്? അത് പോരായിരുന്നോ? നിനക്ക് കിട്ടാൻ അർഹതയുള്ളിടത്തോളം അവൻ തന്നില്ലെന്നാണോ പരാതി? ബാക്കി ദൈവം തന്നോളൂ. ഞാൻ അയാളെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. വീട്ടിൽ കയറി മർദ്ദിച്ചെന്നും അപമാനിച്ചെന്നും ഒക്കെ കാണിച്ച് വനിതാ കമ്മീഷനിൽ ഒരു പരാതി കൊടുക്കും ഞാൻ. അവനെ ഞാൻ ജയിലിൽ കയറ്റിയിട്ട് അടങ്ങും. നിന്നെ കൊണ്ട് ചെയ്യാവുന്നൊക്കെ നീ ചെയ്യേ. എന്റെ ഭാര്യയെ തൊട്ടു പോവരുതെന്ന് ഒരു വാക്ക് പറയാൻ വിജയന് തോന്നിയില്ലല്ലോ. ഒരുത്തം വന്ന് സ്വന്തം ഭാര്യയെ തല്ലുന്നതും ചവിട്ടുന്നതും ഒക്കെ നോക്കി നിന്നു, കയ്യും കെട്ടി. എനിക്ക് എന്തിനെങ്ങനെ നട്ടലില്ലാത്തൊരു ഭർത്താവ്? നിനക്ക് വേണ്ടെങ്കിൽ ഇറങ്ങി പോടേ. നീ ഇവിടെ വേണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധമില്ല. ഒന്ന് പോയി തന്നെ ഉപകാരം. ഇനിയുള്ള കാലമെങ്കിലും മനസ്സമാനായിട്ട് ജീവിച്ചോട്ടെ ഞാൻ. വേറെ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടാവും. ഞാൻ ഇറങ്ങിയാലോടെ നിങ്ങൾ വിളിച്ചു കേറ്റാൻ. ഒന്നല്ലടി, ഒരു ഡസൻ. ഒന്ന് ഇറങ്ങിത്തരോ ദൈവത്തെ ഓർത്ത്. എടി, 17 കൊല്ലം മുമ്പ് ഗോവിന്ദൻകുട്ടിയുടെ കൊച്ചിനെ ദത്തെടുത്തോണ്ട് വന്നപ്പോ ഞാൻ പറഞ്ഞതാ വേണ്ടാന്ന്. നീ കേട്ടില്ല. നിനക്ക് കുഞ്ഞുണ്ടായപ്പോഴും ഞാൻ പറഞ്ഞു ഗോവിന്ദൻകുട്ടിയുടെ മോളെ അവന് തന്നെ തിരിച്ചു കൊടുക്കാൻ. അത് നീ കേട്ടില്ല. അതിനോട് മനസാക്ഷിയില്ലാതെ പെരുമാറുന്ന കണ്ടപ്പോഴെല്ലാം ഞാൻ പറഞ്ഞു, രത്നമ്മേ, ഇത് നിനക്ക് നന്നല്ലെന്ന്. ഇതുകൊണ്ട് തീർന്നോ? ഇല്ല, നീ അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളടി. ആ പെങ്കൊച്ചിന്റെ കണ്ണുനീര് കുറെ വീണതല്ലേ നിന്റെ കാഴ്ചവട്ടിലെ? ഹലോ, അമ്മ ഉറങ്ങാൻ കിടന്നായിരുന്നോ? ഇല്ലല്ലോ. ഇല്ല. എന്താടി? ചെന്നൈന്ന് ശ്യാമള ചേച്ചി വിളിച്ചായിരുന്നു അമ്മേ? ഇല്ല. എന്താ? അമ്മ വിവരങ്ങളൊന്നും അറിഞ്ഞില്ലേ ഇതുവരെ? എന്താന്ന് പറയടി. ജാനി അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയോ? അവളിപ്പോ അവിടെ ഇല്ല അമ്മേ. എവിടെ പോയടി? അവിടുന്ന് ചാടിയോ? അവളുടെ തന്തയുണ്ടല്ലോ, ഗോവിന്ദൻകുട്ടി തെണ്ടി, അവൻ വന്ന് അവളെ കൊണ്ടുപോയി. അതെന്തൊരു ചതിയാടി? ശ്യാമളയ്ക്ക് വാക്ക് കൊടുത്തല്ലായിരുന്നോ 4 മാസം അവളെ അവിടെ നിർത്തിയേക്കാന്ന്? പറഞ്ഞിട്ട് എന്താ കാര്യം? അയാള് വന്ന് കൊണ്ടുപോയി. എന്തിനാ കൊടുത്തയച്ചേ? ഇപ്പൊ കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൂടായിരുന്നോ? 10-17 കൊല്ലം നമ്മളല്ലേടി ചെലവിന് കൊടുത്തേ? ആ പൈസ എണ്ണി വെച്ചിട്ട് കൊണ്ടുപോയാ മതി എന്ന് പറയണായിരുന്നു. പറയാൻ ആണുങ്ങൾ ആരെങ്കിലും വേണ്ടേ അമ്മേ? നിന്റെ കെട്ടിയില്ലായിരുന്നു അവിടെ? അവൻ പറയണമായിരുന്നു. വിജയേട്ടന്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാ ഭേദം. ഗോവിന്ദൻകുട്ടി ഈ വീട്ടിൽ കയറി വന്ന് എന്നെ ചീത്ത വിളിച്ചു, തല്ലി, ചവിട്ടി. എന്നിട്ടും വിജയേട്ടന്റെ വായിന്ന് കമാന്നൊരക്ഷരം വീണിട്ടില്ല. അയ്യോടി മോളെ, ഗോവിന്ദൻകുട്ടി എന്തിനാ നിന്നെ തല്ലിയേ? എന്താ കാര്യം? എനിക്ക് ചോദിക്കാനും പറയാനും ആളില്ലാഞ്ഞിട്ട്. വിജയേട്ടന്റെ മുമ്പിലിട്ടാ തല്ലിയതും ചവിട്ടിയതും. എന്നിട്ട് വിജയേട്ടൻ അനങ്ങിയില്ല. ഞാൻ നാളെ തന്നെ അങ്ങോട്ട് വരാം മോളെ. ആഹാ, അതൊന്നും അറിയണല്ലോ. ഗോവിന്ദൻകുട്ടി തല്ലിയെങ്കിൽ നിനക്ക് പോലീസ് കൊണ്ടുപോയി കേസ് കൊടുക്കാൻ മേലാഞ്ഞോടി. എന്താ വേണ്ടെന്ന് ആലോചിക്കാൻ വേണ്ടിയാ ഞാൻ അമ്മയെ വിളിച്ചത്. ഞാൻ അങ്ങോട്ട് വരട്ടെ മോളെ. രണ്ടിലൊന്ന് തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. അമ്മ വെക്കല്ലേ, വേറൊരു കാര്യം കൂടി. എന്താ? പറഞ്ഞോ. വിജയേട്ടൻ ജാനിക്ക് 15 പവന്റെ സ്വർണ്ണ കൊടുത്തയച്ചത്. പിന്നെ 50,000 രൂപ, 10-20,000 രൂപയുടെ ഡ്രസ് വേറെ. ഉള്ളതാണോടി? അതേന്ന്. എനിക്ക് ഓർത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. എന്നെ തല്ലിയും ചവിട്ടിയും ചെയ്തവന്റെ മകൾക്ക്. എടി, വിജയന്റെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോടി? അതാ ഇപ്പൊ എന്റെ സംശയം. എന്തായാലും അമ്മയങ്ങ് വാ. ഞാനേ നാളെ രാവിലെ തന്നെ വന്നേക്കാം. നീ ഫോൺ വെച്ചോ. ആ,
നമുക്കൊരു ചായ കുടിച്ചിട്ട് പോവാം. വാ, ബാഗെല്ലാം നമുക്ക് ചായക്കട വയ്ക്കാം. ഹായ് ഗോവിന്ദൻകുട്ടിയെ, ഒരാഴ്ചയായിട്ട് കാണാനേ ഇല്ലായിരുന്നല്ലോ. ഏടെ പോയി? ഒരാഴ്ചയൊന്നും ആയില്ല, 4 ദിവസമേ ആയുള്ളൂ. ഇതാരാ കൂടെ ഒരു പെൺകുട്ടി? ഇതെന്റെ മോളാ മാധവേട്ടാ. മോളോ? ഞാൻ അറിയാത്ത മോളേതാ ഗോവിന്ദൻകുട്ടി അനക്ക്? അതൊക്കെ വലിയൊരു കഥയാ മാധവേട്ടാ. ഇന്ന് ചുരുക്കി പറഞ്ഞൂടെ? അതാ പറഞ്ഞത്, ഇതെന്റെ മോളാന്ന്. അതാണ് ചുരുക്കം. വരട്ടാ. 2 ചായ, നല്ല കടുപ്പത്തിന്. മോളെ, ആ ബെഞ്ചിലോട്ടിരിക്കും. ബാഗെല്ലാം തന്നെ അവിടെ വെച്ചോ. നമ്മുടെ കുമാരേട്ടൻ്റെ ചായക്കടയല്ലേ, ഇരിക്കും. ഞാൻ അപ്പുറത്തെ കടവരെ ഒന്ന് പോയിട്ട് ഇപ്പൊ വരാം. എന്താ? ഒരു സാധനം വാങ്ങാനുണ്ട്. നല്ല ഐശ്വര്യമുള്ള കുട്ടി. തൻ്റെ മോളാന്ന് പറഞ്ഞാലൊന്നും നമ്മൾ ആരും വിശ്വസിക്കൂല ഗോവിന്ദൻകുട്ടി. അതാരാ? ശേഷക്കാരിയാ? നിങ്ങൾ വിശ്വസിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ആരാണെന്ന് തെളിച്ചങ്ങോട്ട് പറഞ്ഞോട്. ഒക്കെ പിന്നാലെ പറയുന്നുണ്ട്. ഇപ്പൊ ഇത്രയും അറിഞ്ഞാൽ മതി. കുറെ ദൂരെ യാത്ര ചെയ്ത് വരികയാണേ, ക്ഷീണമുണ്ട്. ഏടെ പോയി നിങ്ങള്? പോയത് എറണാകുളത്തിനാ. വരുന്നതോടുന്ന് തന്നെ ഇടയ്ക്ക് മദ്രാസ് ഒന്ന് പോകേണ്ടി വന്നു. ഇനി എന്താ വേണ്ടേ? ജിലേബി 10 എണ്ണം, 5 സ്റ്റാർ 10 എണ്ണം, പിന്നെ മിക്സ്ചർ, ചിപ്സ്, വേറെ ബിസ്ക്കറ്റ്, കേക്ക്, മാർബിൾ കേക്ക് മതി. എടുത്തോ, ബാക്കി ഞാൻ ഓർത്തോർത്ത് പറയാം. അലുവ, അയ്യോ അത് ഞാൻ മറന്നുപോയി.